നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ ആകെ 12 പേർ പത്രിക നൽകി. പത്രിക സമർപ്പണം പൂർത്തിയായതോടെ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ പരസ്യ പ്രചരണം കൂടുതൽ ഉച്ചസ്ഥായിലാകും. ഇന്നു മുതൽ പൊതുപര്യടനങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ ആകെ 12 പേരാണ് പത്രിക നൽകിയത്. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ, LDF സ്ഥാനാർത്ഥി N അരുൺ, NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ എന്നിവർ ഇന്നലെ 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തി പത്രിക സമർപ്പിച്ചു. ഇവർക്ക് പുറമെ SDPI സ്ഥാനാർത്ഥിയായി MM ബാബുവും ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി കല്ലൂർക്കാട് സ്വദേശിനി അനില M കൃഷ്ണനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. വരണാധികാരിയായ മൂവാറ്റുപുഴ RDO മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ രേഖകൾ സമർപ്പിച്ചത്. സമർപ്പിക്കപ്പെട്ട പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് സിവിൽ സ്റ്റേഷനിൽ നടക്കും. പത്രികകളിൽ എന്തെങ്കിലും നിയമപരമായ പിശകുകളോ അപാകതകളോ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും ഇവ സ്വീകരിക്കുന്നത്. 26-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുശേഷമായിരിക്കും മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുക. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പരസ്യപ്രചാരണം കൂടുതൽ ഉച്ചസ്ഥായിയിലാകും. പൊതുപര്യടനങ്ങൾക്കും തുടക്കമാകും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.